ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ ബാക്കി വർക്ക് ഭാഗമാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പിള്ള എന്നൊരു കവിത എടുത്തു. ഇനി അതിൻ്റെ നേരെ താഴെയായിട്ട് നിങ്ങൾക്ക് കുറച്ച് വർക്ക് ചെയ്യാനുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നോക്കൂ, ഹം ബി ജോഡി, നമുക്കും ഇവിടെ കൂട്ടിച്ചേർക്കാം. കൂട്ടിച്ചേർത്ത് എഴുതാം അതിൻ്റെ ആൻസർ. നോക്കാം. ക്യാ ഗാന പസന്ദത, ഈ പിള്ളയ്ക്ക് എന്ത് കഴിക്കാനായിരുന്നു ഇഷ്ടം? ക്യാ എന്ത്, ഗാന കഴിക്കുക, പസന്ത് ഇഷ്ടം, ദ ആയിരുന്നു എന്ത് കഴിക്കാനായിരുന്നു ഈ പിള്ളയ്ക്ക് ഇഷ്ടമുണ്ടായിരുന്നത്? എന്ത് കഴിക്കാനായിരുന്നു? നമ്മൾ പഠിച്ചതല്ലേ. ചായക്കേ സാത്ത് ബിസ്ക്കറ്റ് ഗാന അല്ലെ, ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാനായിരുന്നു ഈ പിള്ളയ്ക്ക് ഇഷ്ടം. അതിൻ്റെ ആൻസർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഉണ്ട്. അത് ഏത് ഭാഗത്താണ് വരുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം ആദ്യം തന്നെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ആൻസർ എവിടെയാണുള്ളത് അത് കണ്ടെത്താം കേട്ടോ. കിസ്കെ നീച്ചെ സോത്താത, കിസ്കെ എന്തിൻ്റെ, നീച്ചെ താഴെ, സോത്താത ഉറങ്ങിയിരുന്നു. എന്തിൻ്റെ താഴെയാണ് ഉറങ്ങിയിരുന്നത്? എന്തിനു താഴെയാണ് ഉറങ്ങിയിരുന്നത്? പങ്കേക്ക് നീച്ചെ അല്ലേ, പങ്കെ ഫാനാണിത്. പങ്കേക്ക് നീച്ചെ സോത്താത, അങ്ങനെയാണല്ലോ. ഇനി അടുത്ത് നോക്കാം. കിസ്കെ സാത്ത് ഗേൽത്തത, കിസ്കെ ആരുടെ, കിസ്കെ ആരുടെ, സാത്ത് കൂടെ, ഗേൽത്താത കളിച്ചിരുന്നു. കിസ്കെ സാത്ത് ഗേൽത്താത, ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? ആരുടെ കൂടെയാണ്? നീതു കെ സാത്ത് ഗേൽത്താത അല്ലെ. അതെ, വെരി കറക്റ്റ് ആണ്. അങ്ങനെ തന്നെയാണ് ആൻസർ വരുന്നത്. ഇതിന്റെ ആൻസർ ഒക്കെ എവിടെയാണുള്ളത് എന്ന് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ബുക്കില് നോക്കുക. നിങ്ങൾ ഇതൊക്കെ വായിച്ചു പോയ ഭാഗം തന്നെയാണ്. അതില് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ക്യാ ഗാന പസന്ദത എന്നായിരുന്നല്ലോ. എന്ത് കഴിക്കാനാണ് ഇഷ്ടം എന്നായിരുന്നല്ലോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ആ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇതാ ഇവിടെ പിക്ചർ കണ്ടോ. പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കഴിക്കണത്. ബിസ്ക്കറ്റ് കഴിക്കുകയാണ്, കണ്ടാ, ബിസ്ക്കറ്റും ചായയും കഴിക്കുകയാണ്. അപ്പൊ ഉസേ ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഗാന ബോത്ത് പസന്ദത, ഈ ലൈൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറായി. മനസ്സിലായില്ലേ? ഇത്രയും എഴുതാൻ നമുക്ക് പ്രയാസം ഉണ്ടെങ്കിൽ ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഗാന പസന്ദത അത്ര എഴുതാ. ഈ ഉസേ എന്നുള്ളതും എഴുതണ്ട, ബഹുത്ത് എന്നുള്ളതും എഴുതണ്ട. ഇത് രണ്ടും ഇല്ലാതെ എഴുതിയാൽ തന്നെ ആൻസർ ശരിയാണ്. അതെല്ലാം ഇങ്ങനെ തന്നെ എഴുതിയാലും ശരിയാണ്. അതെല്ലാം നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ ഇത് ഫുള്ള് രണ്ട് സെന്റൻസും ഫുള്ളായിട്ട് അങ്ങോട്ട് എടുത്ത് എഴുതാം അതിൻ്റെ ആൻസറായിട്ട്. എന്തിൻ്റെ ആൻസറായിട്ട്? ക്യാ ഗാന പസന്ദത, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസറാണിത്. ഉസേ ചായക്ക് സാത്ത് ബിസ്ക്കറ്റ് ഗാന പസന്ദത. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു ചോദിച്ചത്? കിസ്കെ നീച്ചെ സോത്താത എന്നല്ലേ. ഇതാ അവിടെ കണ്ടോ, ഇതിന്റെ താഴെയാണ് ഈ പട്ടിക്കുഞ്ഞ് ഉറങ്ങുന്നത്. പങ്കേക്ക് നീച്ചേ, അത് വരെ എഴുതാ. പിന്നെ ക്വസ്റ്റ്യന്റെ ലാസ്റ്റിലുണ്ടല്ലോ കിസ്കെ നീച്ചേ, നീച്ചേ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ വരുന്നത്, നീച്ചേ കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ വരുന്ന ഭാഗമുണ്ട് സോത്താത, അതങ്ങോട്ട് എഴുതാ. ഈ സോന എഴുതാതെ ഈ സോന എന്നതിന് പകരം പങ്കേക്ക് നീച്ചേ വരെ എഴുതിയതിനു ശേഷം സോത്താത എന്ന് എഴുതാം. ആ സോത്താത ക്വസ്റ്റ്യനിലുണ്ട്, ക്വസ്റ്റ്യന്റെ ലാസ്റ്റ് ഉണ്ട് സോത്താത. മനസ്സിലായില്ലേ? ആ പങ്കേക്ക് നീച്ചേ സോത്താത നിങ്ങൾ ഇങ്ങനെ സ്വയം കണ്ടെത്തി എഴുതണം. അപ്പോഴാണ് നിങ്ങൾ പഠിക്കുള്ളൂ. നിങ്ങൾ എഴുതി വെച്ചത് നോക്കി പകർത്തി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാൻ പ്രയാസമാണ്, വേഗം പെട്ടെന്ന് പഠിക്കൂല. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി എഴുതുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കും. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കിസ്കെ സാത്ത് ഗേൽത്താത എന്നാണ് ചോദിച്ചത് അല്ലേ. ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? ആരുടെ കൂടെയാണ്? നീതു അല്ലത്, നീതു കെ സാത്ത് അല്ലേ, നീതുവിന്റെ കൂടെയാണ് കളിക്കാറുള്ളത് എന്ന് പറഞ്ഞതാണ്. നീതു പുറത്തു പോകുന്നത് ഇഷ്ടമില്ല, നീതുവിന്റെ കൂടെയാണ് കളിക്കാറുള്ളത് എന്ന് നമുക്കറിയാം. അപ്പൊ കിസ്കെ എന്നുള്ളതിന് എവിടെ എന്തെഴുതണം? നീതു കെ, നീതുവിന്റെ കൂടെയാണ് കളിച്ചിരുന്നത് എന്ന് എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണത്. നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടി ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ആ ബോക്സിൽ തന്നെ എഴുതാം. ദാ ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ക്യാ ഗാന പസന്ദത, ചായക്ക് സാത്ത് ബിസ്കുട്ട് ഗാന പസന്ദത, അത് ഇവിടെ ഉണ്ട് കണ്ടോ. ഗാന പസന്ദത എന്ന് ഇവിടെ ഉണ്ട്. നിങ്ങൾ ഇപ്പുറത്ത് എഴുതി കൊടുക്കേണ്ടത്
ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന പസന്ത് താ. അത് ഈ കോളത്തിലേക്ക് എഴുതാം. ഇനി അടുത്തത് കിസ്കെ നീച്ചെ സോത്താതാ. ഈ കിസ്കെ ഈ സ്ഥാനത്ത് എന്ത് എഴുതണം? പങ്കേക്ക്. പങ്കേക്ക് നീച്ചെ സോത്താതാ. ബാക്കി അതുപോലെ തന്നെ എഴുതാം. ഇവിടെ മാത്രം നിങ്ങൾ എന്ത് എഴുതണം? പങ്കേക്ക് എന്ന് എഴുതണം. പങ്കേ ഫാൻ, പങ്കേക്ക്. ബാക്കി ഇതാ നീച്ചെ സോത്താതാ. അത് അതുപോലെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ. ഇനി കിസ്കെ സാത്ത് ഗേൽത്താതാ. കിസ്കെ ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? എന്താണ്? നീതു. ഇവിടെ നീതു കെ എന്ന് എഴുതാം. നീതു കെ. ബാക്കി ക്വസ്റ്റ്യനുള്ള അതുപോലെ എഴുതാം. സാത്ത് ഗേൽത്താതാ. നീതു കെ സാത്ത് ഗേൽത്താതാ. മനസ്സിലായില്ലേ? ഈ സാത്ത് ഗേൽത്താതാ എന്നത് ആൻസറിലേക്ക് എഴുതാം. ഇനി എനിക്ക് മദദ് സേ കവിതാമേ പങ്ക്തിയാൻ ജോഡേം. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നല്ലോ. എന്താണ്? ഇഷ്ടം എന്തായിരുന്നു? എവിടെയാണ് ഉറങ്ങിയിരുന്നത്? ആരുടെ കൂടെയാണ് കളിച്ചിരുന്നത്? എന്നൊക്കെ ഇവിടെ തന്നിട്ടില്ലേ? അത് വെച്ചിട്ട് എനിക്ക് മദദ് സേ ഇതിന്റെയൊക്കെ സഹായത്തോടെ കവിതാമേ പങ്ക്തിയാൻ ജോഡേം, കവിതയിലേക്ക് നിങ്ങളോട് എന്ത് ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്? വരികൾ ഉണ്ടാക്കാൻ. കവിതയ്ക്ക് നിങ്ങളോട് വരികൾ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. നിങ്ങളോട് സ്വയം 4 വരി കവിത ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. വളരെ സിമ്പിളായ രീതിയിൽ നിങ്ങൾക്കിപ്പോൾ കവിത ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. 5ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചു വരുന്ന സമയമാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളൊരു കവിത നോക്കാം. ഇതിൽ നമ്മൾ ഇതാ ഇവിടെ തന്നിട്ടുണ്ടല്ലോ, ബിസ്കുട്ട് ഖാന പസന്ത് താ. അതിന്റെ ആൻസർ നമ്മൾ എഴുതും. അപ്പൊ നമുക്ക് എഴുതാം. അതിന് ഒരു ലൈൻ ഉണ്ടാക്കാം. പിള്ള ബിസ്കുറ്റ് ഗാത്താതാ. അല്ലേ? പിള്ള ബിസ്കുറ്റ് ഗാത്താതാ, പസന്ത് പസന്ത് സേ ഗാത്താതാ, പങ്കേ കെ നീച്ചെ സോത്താതാ, നീതു കെ സാത്ത് ഗേൽത്താതാ. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് ഒരു കുഞ്ഞു കവിതയായിട്ട് 4 വരിയായിട്ട് ഉണ്ടാക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് തരാം. ഇപ്പോൾ എഴുതിയിട്ടില്ല. എഴുതിയിട്ട് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യണ സമയത്ത് എഴുതിയിട്ട് വെക്കാം. ഓക്കെ. ഇനി പരിചിത ശബ്ദോം പർ ഗോള ലഗായേ. ഈ താഴെ തന്നിരിക്കുന്ന അത്രയും ഭാഗത്തുനിന്ന് നിങ്ങൾ നോക്കുക. നോക്കിയിട്ട് നിങ്ങൾ ഇതുവരെ പഠിച്ച ഭാഗത്ത് വന്നിട്ടുള്ള ഏതെങ്കിലും ശബ്ദ് ഇതിലുണ്ടോ എന്ന് നോക്കിയിട്ട് അതിവിടെ താഴെ 1 2 3 4 ലൈൻ ഉണ്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട്. 4 അല്ല 5 എണ്ണം ഉണ്ട്. 2 4 5 എണ്ണം ഉണ്ട്. ഈ 5 എണ്ണത്തിലേക്ക് നിങ്ങൾ എഴുതണം. ഇവിടെ 5 എണ്ണം നിങ്ങൾ പഠിച്ചതുണ്ടായിരിക്കും. പഠിച്ച വാക്കുകൾ 5 എണ്ണം ഇവിടെ ഉണ്ട്. അതേതാണ് എന്ന് നിങ്ങൾ നോക്കിയിട്ട് എഴുതാം. ഈ രാത്ത് നിങ്ങൾ പഠിച്ചല്ലേ? രാത്ത് സമയം, രാത്രി സമയത്ത് നീതു ആ പട്ടിക്കുഞ്ഞെടുക്കാൻ വേണ്ടി പോയതൊക്കെ ആ രാത്ത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പൊ രാത്ത് എന്നത് ഇവിടേക്ക് എഴുതാം. പിന്നെ അടുത്ത നിങ്ങൾ പഠിച്ചത് ഏതാ? നീതു അല്ലേ? നീതുവിനെ പഠിച്ചതാണ്. അപ്പൊ നീതു എന്നടുത്തേക്ക് എഴുതാം. പിന്നെ കിതാബ്. പിള്ള കിതാബ് വായിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കണ്ടല്ലേ? കടിച്ചു കീറി വായിക്കുന്നു. അപ്പൊ അന്നേരം നമ്മൾ കിതാബ് പഠിച്ചതാണ്. അപ്പൊ ഈ കിതാബ് എന്നത് നമ്മൾ അടുത്ത ലൈനിലേക്ക് എഴുതാം. പിന്നീട് നമ്മൾ പഠിച്ചത് എന്താണ്? ബാഹർ. ബാഹർ പഠിച്ചിട്ടുണ്ട് അല്ലേ? നീതു പുറത്തേക്ക് പോകുന്നത് പിള്ളക്ക് ഇഷ്ടമായിരുന്നില്ല എന്ന് പഠിച്ചിട്ടില്ലേ? അപ്പൊ ബാഹർ, ബാഹർ എന്നത് നമ്മൾ അടുത്ത വരിയിൽ എഴുതി കൊടുക്കാം. പിന്നെ ലാസ്റ്റ് ചായ്. ചായ് നമ്മൾ പഠിച്ചതാണ്. ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന പസന്ത് താ പഠിച്ചല്ലേ? അപ്പൊ ഈ ചായ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ ചായ് എന്നത് എന്ത് ചെയ്യാ? ഇവിടേക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ 5 എണ്ണവും ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്ന് നോക്കാം ട്ടോ. പടേ ഓർ സമझे. അതൊന്ന് വായിച്ച് മനസ്സിലാക്കാൻ. ഇത് സോത്താഹെ ഉറങ്ങാണ് അല്ലേ? അത് ഉറങ്ങല്ലേ? ഈ പിക്ചർ നോക്ക്. ഉറങ്ങുന്നു. സോന പറഞ്ഞ ഉറങ്ങുക. സോത്താഹെ ഉറങ്ങുന്നു. ഗാത്താഹെ കഴിക്കുകയാണ്. കണ്ടോ? എന്തോ കഴിക്കുന്നുണ്ട്. കഴിക്കുന്നു. ഗാത്താഹെ കഴിക്കുന്നു. ഭക്ഷണം കഴിക്കുകയാണ്. എന്തോ കഴിക്കുകയാണ്. അപ്പൊ ഗാത്താഹെ ഇതെന്താ ചെയ്യണേ? കളിക്കുകയാണ് അല്ലേ? കളിക്കുന്നതിന് എന്താ പറയാ? ഗേൽത്താഹെ. കളിക്കുന്നു. ഗേൽത്താഹെ. കണ്ടോ? ഈ പിക്ചർ നോക്കിയാൽ നേരെ തന്നെ അത് എന്താണെന്നുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഹിന്ദിയിൽ എന്താണ് പറയാന്നുള്ളത്. അപ്പോ ഇതാരാണ് ഇതൊക്കെ ചെയ്യുന്നത്? പിള്ളയാണ് അല്ലേ? അപ്പൊ പിള്ള സോത്താഹെ, പിള്ള ഗാത്താഹെ, പിള്ള ഗേൽത്താഹെ. ഓക്കെ. സോത്താഹെ ഉറങ്ങുന്നു, ഗാത്താഹെ കഴിക്കുന്നു, ഗേൽത്താഹെ കളിക്കുന്നു.
ഇനി ഈ പിക്ചർ നോക്കിയിട്ട് നമ്മളിവിടെ ഈ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഈ പിക്ചറിൽ ഈ പട്ടിക്കുഞ്ഞ് എന്താണ് ചെയ്യുന്നത്? കഴിക്കുകയാണ് അല്ലേ? അപ്പൊ കഴിക്കുക എന്നുള്ളതിന് എന്താ പറയാ? ഗാത്ത. അത് നമ്മളിവിടെ എഴുതി കൊടുക്കണം. പിള്ള ഗാത്താ ഹേ. കണ്ടോ? അത് കഴിക്കുകയാണ് ചെയ്യുന്നത്. കഴിക്കുന്നതിന് ഗാത്ത എന്നാണ് പറയുക. അപ്പൊ ഇവിടെ പിള്ള കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഗാത്ത എന്ന് എഴുതി കൊടുക്കണം. പിള്ള ഗാത്താ ഹേ. ഓക്കെ. അപ്പൊ നമ്മൾക്ക് ആ ഭാഗം നമ്മൾ കംപ്ലീറ്റ് നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററാണ് എടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് എത്രയും ഭാഗം വെച്ചിട്ട് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അത്രയും നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഈ കവിത ഞാൻ നിങ്ങൾക്ക് എഴുതിയിട്ട് ഇതിൽ വെക്കാം. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? ഈ പറഞ്ഞ കാര്യങ്ങൾ സ്വയം ചെയ്യാൻ തന്നെ ശ്രമിക്കുക. നോക്കിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ പോലെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നവരെല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ. ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം.